ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ജ്വല്ലറിയും അതുപോലെ തന്നെ കോസ്മെറ്റിക്സും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ്. ഓക്കെ, ഞാൻ പണ്ടൊരു വീഡിയോ ഈ ജ്വല്ലറി ഓർഗനൈസിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒട്ടും സൗണ്ട് ഇല്ലാത്ത കാരണം ചിലവരൊക്കെ അത് ഒന്നും കൂടിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയുന്നത് ക്ലിയർ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ കുറേ പണ്ടാണ് ആ വീഡിയോ ചെയ്തത് ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ചില ഐറ്റംസ് ഒക്കെ ഞാനിതിൽ മേടിച്ചതാണ്, ചിലതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ. എനിക്കുള്ള പോലെ പറ്റണ പോലെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെ ഈസി ആയിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറയാം. ഇതാണ് ഹാങ്ങിങ് ഇയറിങ്സ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. എനിക്ക് ഇങ്ങനത്തെ കമ്മല് മെയിനായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ കുറേ പഴയത് തൊട്ടുള്ള കമ്മലുകളുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തോരാന്ന്, സോറി കേട്ടോ, എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് വിട്ടോ. ഞാനിത് കാണിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ഐഡിയ പറയാമെന്ന് മാത്രം. അപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിനാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഫെജി ഉണ്ടല്ലോ പുത്തമ്പള്ളിയുടെ അടുത്ത്, അവിടെ ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും. ഹോൾസെയിൽ കടകളൊക്കെ ഉണ്ടല്ലോ, ജ്വല്ലറിയുടെ അങ്ങനത്തെ എന്തെങ്കിലും കടകളിൽ പോലെ സാധാരണ ഇങ്ങനത്തെ സ്റ്റാൻഡ് കിട്ടുക. ഞാൻ ഇവിടെ നിന്നല്ല മേടിച്ചത്. ഇത് അജ്മാനിലുള്ള പുറത്ത് ഉള്ളപ്പോൾ ചൈന മാൾ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് ഞാൻ അത് മേടിച്ചത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ 250 രൂപയോളമൊക്കെ വില ഉണ്ട് ഇതിന്. പക്ഷെ സംഭവം നല്ല ക്വാളിറ്റിയാണ്, കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. നല്ല മെറ്റലിൻ്റെ നല്ല സ്റ്റാൻഡാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഇയറിങ്സ് ഉണ്ടെന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു ചെറിയ ബോക്സിൽ എൻ്റെ നല്ല കല്ലുള്ള ക്ലിപ്പുകൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് അടിയിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ അതിൻ്റെ മേലേക്ക് ടിഷ്യൂ ഒക്കെ വെച്ചിരുന്നു ചീത്തയാവാതിരിക്കാൻ. പിന്നെ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കല്ലുള്ള ക്ലിപ്പുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറേ നാളായിട്ടുള്ളതാട്ടോ. ഞാനിങ്ങനെ സൂക്ഷിച്ച് അത് ഉപയോഗിക്കണം, കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ നല്ല ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കിട്ടിയാൽ ഞാനിതൊക്കെ ഇങ്ങനെ ഉള്ളത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കേടാക്കാതെ കൊണ്ടുപോകാൻ എനിക്കിഷ്ടം. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞില്ലേ. പിന്നെയുള്ള എൻ്റെ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഞാൻ വെറുതെ ആ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ വാച്ചുകൾ ഞാൻ അതേപോലെ തന്നെ ഒരു ബോക്സിൽ വെച്ചിരിക്കുകയാണ്. ആകെ 3 വാച്ചുള്ളൂ. അത് 3 ഞാനിവിടെ ഇങ്ങനെ, ഒരെണ്ണം നല്ല വാച്ചാണ്, ബാക്കി ഫാൻസി വാച്ച് പോലത്തെ വെറുതെ അങ്ങനത്തെ വാച്ചുകളാണ്. കാണുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞില്ലേ. പിന്നെ ഇവിടെ ഉള്ളത് എൻ്റെ കമ്മലുകൾ, സ്റ്റഡുകൾ. ഇത് കുറേ ഉണ്ട് കേട്ടോ. വലിയ ചിലപ്പോൾ നിങ്ങളുടെ ഒന്നും ടേസ്റ്റിനുള്ളതൊന്നും ആവില്ല, അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ഡിവൈഡർ ബോക്സ്. ഇത് ഞാൻ ഇതിന് വേണ്ടി മേടിച്ചതൊന്നല്ല. എനിക്കൊരു റബ്ബർ ബാൻഡുകളുടെ ഒരു സെറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കമ്മലുകളിൽ ഇട്ട് വെച്ചു. ആമസോണിൽ ഇത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഈ സംഭവം. ഈ ബോക്സ് 200 രൂപ 150 രൂപ പല സൈസിൽ കിട്ടുന്നുണ്ട്. ഇത് അതിൽ കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ പാർട്ടീഷൻ നമുക്ക് ഊരിയെടുക്കാൻ പറ്റണ മോഡലാണ് ആമസോണിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലെൻ്റെ ഇയറിങ്സ് ഒക്കെ ഇങ്ങനത്തെ സ്റ്റഡുകളും അതൊക്കെ ഓർഗനൈസ് ചെയ്യിക്കാൻ ഏറ്റവും സൂപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും മേടിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേ, അത് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എഗ് ട്രേ ഉണ്ടല്ലോ, എഗ് ട്രേ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് പിന്നെ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിലും ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഞാൻ മിഠായി മേടിച്ചപ്പോൾ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മേടിച്ചത് അല്ലാട്ടത് ആരോ ഗിഫ്റ്റ് തന്നതായി മിഠായി. അപ്പോൾ കിട്ടിയത് ഈ ബോക്സ് ഈ പറഞ്ഞ പോലെ പാർട്ടീഷനുള്ള കാരണം നമുക്ക് കമ്മലുകളൊക്കെ ഇതിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓർഗനൈസിങ്ങിന് ഉപയോഗിക്കാം. കടയിൽ പോയി പ്രത്യേകമായിട്ട് അതിന് വേണ്ടി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പൊട്ടുകൾ വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു കുഞ്ഞി ട്രേയിൽ വെറുതെ ഇട്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനത്തെ കുഞ്ഞി പൊട്ടുകൾ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പൊട്ടുകളൊക്കെ വയ്ക്കാൻ അതങ്ങനെ. പിന്നെ അതിൻ്റെ പിന്നിൽ കുറച്ച് റബ്ബർ ബാൻഡ്സ് ഒക്കെ ഒരു ചെറിയ ട്രേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരമായിട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, ഇപ്പോൾ ഐലൈനർ, കൺമഷി, ഫൗണ്ടേഷൻ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആമസോണിൽ ഇതും മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് 100 രൂപയായിരുന്നു ഞാൻ മേടിച്ചത്. ഞാൻ ആമസോണിൽ നിന്നല്ല മേടിച്ചത്. പക്ഷെ ഇത് ഏറ്റവും കുഞ്ഞി മോഡലാണ്. ഇതിൻ്റെ വലുതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. പക്ഷെ സംഭവം നല്ല സ്റ്റൈലിഷാണ്. ഇതിപ്പോൾ എൻ്റെ കുറേ നാളായി ഇതാട്ടോ, ഇത്തിരി പഴുതായി. പക്ഷെ ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറേ മോഡൽസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പെർഫ്യൂമുകളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തർ പോലത്തെ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ലിപ്സ്റ്റിക്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ബോക്സ് ആട്ടോ. ഇത് ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജ്വല്ലറി ഓർഗനൈസിങ്. മെയിനായിട്ട് ഞാൻ വള ഉപയോഗിക്കാറില്ല. പണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു വള സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു വെച്ചു വള ഇടാത്ത കാരണം. പിന്നെ താഴെയാണ് കോസ്മെറ്റിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്മെറ്റിക്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബോക്സ് ഇങ്ങനത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പലതരം ബോക്സസ് ഉപയോഗിച്ചിട്ടുണ്ട്, ട്രേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഈ മോഡൽ ബോക്സാണ്. ഇത്തിരി ഹൈറ്റുള്ള മോഡൽ ബോക്സ് ഉപയോഗിക്കാൻ നല്ലത്. കാരണം ഇങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ വീഴുമ്പോൾ തട്ടിമറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതെന്തെങ്കിലും ബോക്സിൽ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഈ ഷെൽഫിൽ വെറുതെ ഇങ്ങനെ സാധനങ്ങൾ ഇട്ടാൽ മുഴുവൻ പിന്നിലേക്ക് പോവും, വീണ് പോവും, നമുക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ, അതുപോലെ ഫുഡ് ക്രീം, ലിപ് ബാം, സ്പ്രേ,
പിന്നെ ഇതിലുള്ള ഒരു വിക്സ്, പിന്നെ ഇവിടെ ചീർപ്പൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെയിലി എടുക്കണ ബോഡി ക്രീം, പൗഡർ, അങ്ങനത്തെ ഐറ്റംസ് ഓർഗനൈസ് ഈ ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ബോക്സ് അവിടെ ഉള്ളത് കാരണം അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ പിന്നിൽ ഞാൻ വെറുതെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം എന്തെങ്കിലും ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അവിടേക്ക് ഞാൻ അങ്ങനെ അധികം വെക്കാറില്ല, കാരണം വെച്ചാൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല. മുൻപിൽ തന്നെയുള്ള ഐറ്റംസ് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ഓർഗനൈസേഷൻ. ഇനി ഇപ്പോൾ ക്രീമോ പൗഡറോ ഷാമ്പോ അതൊക്കെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ ഷെൽഫുണ്ട്, ഈ ഷെൽഫിലാണ് ഞാൻ പേസ്റ്റ് അങ്ങനെ എക്സ്ട്രാ ഷാമ്പു ഒക്കെ ഞാൻ ഒരു സ്പെയർ എക്സ്ട്രാ വെക്കും, സോപ്പ് ഒക്കെ എക്സ്ട്രാ ഉള്ളത് ഞാനിവിടെ ഇങ്ങനെ ബോക്സിലാക്കി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ ബോക്സാണ്, അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഐറ്റംസ് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഓർഗനൈസിങ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രസ്സിങ് ഏരിയ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മുൻപ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പലപ്പോഴും ഞാൻ മറന്നു പോകാട്ടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം ഞാൻ മറക്കാണ്ട് കൊടുക്കാട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഓർഗനൈസിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാൻ മറന്നു, ഈ ബാസ്ക്കറ്റിൻ്റെ വില 90 രൂപ കേട്ടോ, ഈ 2 ബാസ്ക്കറ്റിന്. ഇതിന് എനിക്ക് തോന്നുന്നു 60 രൂപയായിരുന്നു വില. അതുപോലെ ഈ കുഞ്ഞ് ട്രാക്ക് 18 രൂപ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഈ 2 ട്രാക്ക്. ബാക്കിയൊന്നും ഞാൻ മേടിച്ചതല്ല, വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതുപോലെ നിങ്ങളുടെ ഏരിയ കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിലും ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ.